ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം സംസ്ഥാനത്തെ അയോധ്യ ജില്ലയിൽ ഉയർന്നു. ഭരത് കുണ്ടിനടുത്തുള്ള പൂർവ്വ ഗ്രാമത്തിലെ ക്ഷേത്രം യോഗി ആദിത്യനാഥിനെ ശ്രീരാമന്റെ അവതാരമായി ചിത്രീകരിക്കുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ പ്രതിമയിൽ വില്ലും അമ്പുമുണ്ട്. ശ്രീരാമനെ പോലെയുള്ള ഒരു ചിത്രീകരണം. മുഖ്യമന്ത്രിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ എല്ലാ ദിവസവും പ്രത്യേക പ്രാർത്ഥനകളും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയും നടത്തുന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം പ്രസാദവും ആരാധകർക്ക് വിതരണം ചെയ്യുന്നു. ഇത് അയോധ്യ ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പേ ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നു. ഉത്തർപ്രദേശിൽ എല്ലാ മതക്കാരുടെയും ആരാധനാ താരമാണ് അവിടുത്തെ മുഖ്യമന്ത്രി. കാരണം ക്രിമിനലുകളിൽ നിന്നും രക്ഷിച്ച ആളാണ്. ക്രിമിനലില്ലാത്ത യുപിയിലേക്ക് നിക്ഷേപകർ ഒഴുകി. മാദികളും കോക്കക്കാരും ഗുണ്ടാപിരിവുകാരുമില്ല. അവരെ വിചാരണയ്ക്ക് പോലും വിടാതെ എൻകൗണ്ടറിൽ തീർക്കുകയായിരുന്നു. കൂടാതെ സ്ത്രീ പീഡനം നടത്തുന്നവരെ ഒന്നിനെയും വെറുതെ വിട്ടില്ല. ബലാത്സംഗം നടത്തുന്നവരെ എൻകൗണ്ടറിൽ തീർക്കുക അല്ലെങ്കിൽ ബുൾഡോസർ കയറ്റുകയോ ചെയ്യും. ഇത് കുറ്റം ചെയ്ത ബിജെപി നേതാക്കൾക്കെതിരെയും യോഗി ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നീതി നടപ്പാക്കുമ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്നുള്ള ആശ്വാസമാണ് എന്നും ഇരകൾ പറയുന്നു. എന്തായാലും ധീരനും ശക്തനുമായ മുഖ്യമന്ത്രിയാണ് യോഗി. അദ്ദേഹത്തിന് സ്വകാര്യ സ്വത്തില്ല, ഭൂമിയില്ല, വീടും കുടുംബവുമില്ല. യോഗിയുടെ വീടും കുടുംബവും സ്വത്തുമൊക്കെ ഇന്ത്യ രാജ്യമാണ്. ഒരു സന്യാസി യുപി മുഖ്യമന്ത്രിയായപ്പോൾ എല്ലാവരും ആദ്യം അന്ന് ചിരിച്ചു. ഈ സന്യാസി വന്നിട്ട് എന്ത് ചെയ്യാനാ? പ്രാർത്ഥനയും ഭജനയുമായി ഇരിക്കുമോ? എന്നാൽ യുപിയെ ശരിക്കും ഇളക്കിമറിച്ചു. ക്രിമിനലുകൾക്ക് അദ്ദേഹം ശ്രീരാമനായി, രാവണന്മാരെ നിഗ്രഹിച്ചു. ഇതുതന്നെയാണ് ആരാധന പാത്രമാകാനും കാരണം. അയോധ്യ നിവാസിയായ പ്രഭാകർ മൗര്യയാണ് അയോധ്യയിൽ യോഗിയുടെ ക്ഷേത്രം പണികഴിപ്പിച്ചത്. മൗര്യ പറയുന്നത് ഇങ്ങനെയാണ്: അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്ന വ്യക്തിയെ ആരാധിക്കുമെന്ന് 2015 മൗര്യ പ്രതിജ്ഞയെടുത്തതാണ്. ക്ഷേത്രം വരണമെന്നത് 25 കൊല്ലത്തെ എന്റെ വ്രതമായിരുന്നു. അത് നിറവേറ്റി. ഇനി എനിക്ക് ജീവിതത്തിൽ ആഗ്രഹമൊന്നുമില്ല. രാജ്യം ഇനി രാമന്റെ കയ്യിലാണ്. ഇന്ത്യക്കൊരു ആപത്തും ഇനി വരില്ല എന്നാണ് പ്രഭാകർ മൗര്യ പറയുന്നത്. യോഗി ആദിത്യനാഥിന്റെ വിഗ്രഹത്തിന് മുന്നിൽ ശ്രീരാമന് ചെയ്യുന്നത് പോലെ താനും ദിവസവും സ്തുതിഗീതങ്ങൾ പാരായണം ചെയ്യാറുണ്ടെന്നും മൗര്യ പറയുന്നു. കഴിഞ്ഞ വർഷം പൂനെയിൽ ബിജെപി പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷേത്രം പണിതിരുന്നു. ക്ഷേത്രം നിർമ്മിച്ച മയൂർ മുണ്ടെ പറഞ്ഞത്, പ്രധാനമന്ത്രിയായതിനു ശേഷം മോദി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, രാമക്ഷേത്രം, മുത്തലാഖ് തുടങ്ങിയ വിഷയങ്ങൾ വിജയകരമായി കൈകാര്യം ചെയ്തു. അയോധ്യയിൽ രാമക്ഷേത്രം പണിത ഒരാൾക്ക് ഒരു ആരാധനാലയം ഉണ്ടായിരിക്കണം. അതിനാൽ ഈ ക്ഷേത്രം എന്റെ സ്വന്തം സ്ഥലത്ത് നിർമ്മിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നാണ് മൗര്യ പറഞ്ഞത്. റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഏകദേശം 8.5 ലക്ഷം രൂപ ചിലവായി. രാജസ്ഥാനിൽ നിന്നാണ് യോഗി ആദിത്യനാഥ് വിഗ്രഹ രൂപകൽപ്പന ചെയ്തത്. ട്വിറ്ററിലൂടെയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് വാർത്തയോട് പ്രതികരിച്ചതും. ഇതിനിടെ 5 നൂറ്റാണ്ടിനിപ്പുറം രാമക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തതിന് പിന്നാലെ അയോധ്യ യാത്രയുമായി ബിജെപി രംഗത്തെത്തുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ അയോധ്യയിലേക്ക് എത്തിക്കാനായി ഈ മാസം 25 തൊട്ട് മാർച്ച് 25 വരെ പ്രത്യേക യാത്ര സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ദിവസവും 1 ലക്ഷം പേരെ വരെ അയോധ്യയിൽ എത്തിക്കാനാണ് ശ്രമം നടത്തുന്നത്. ഒരു മണ്ഡലത്തിൽ നിന്ന് 1000 പേരെ കൊണ്ടുപോകും. താമസവും ഭക്ഷണവും ഒരുക്കണമെന്ന് ഉത്തർപ്രദേശിലെ പ്രവർത്തകർക്ക് ബിജെപി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ തൊട്ട് ബിജെപി നേതാക്കൾ കുടുംബത്തിനൊപ്പം അയോധ്യയിലേക്ക് പോകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.